ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു. ഇത് ഞാനാണ് കേട്ടോ, ഹർഷ. ഓണമൊക്കെ അടുക്കാറായതുകൊണ്ടാന്ന് തോന്നുന്നു നിറയെ ചിത്രശലഭങ്ങളാ. ഞാൻ വീഡിയോ എടുക്കാതൊന്നും മനസ്സിലായിട്ടില്ല. എന്നെ കണ്ടോന്ന് തന്നെ ആർക്കറിയാം. തേരൊക്കെ കുടിച്ച് ആശാൻ അങ്ങനെ കുശാലായിട്ട് അവിടെ നടപ്പുണ്ട്. അങ്ങനെ ഇന്ന് ഉച്ചക്കത്തേക്ക് നെമ്മീനായിരുന്നു കേട്ടോ. നെമ്മീനും കൊഴുവയും പിന്നെ പച്ചക്കറിയും. അപ്പൊ ഇന്ന് ഒരാള് വരുന്നുണ്ട്. ഒരാളല്ല, 3 പേര് വരുന്നുണ്ട്. ആമിയും ചിക്കു ഹരിതയും. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആമി സമയത്താണ് ദാ വന്നവര്. ആമി വരുന്ന എക്സൈറ്റ്മെന്റ് തന്നെ കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങളെക്കാൾ ആരാ എക്സൈറ്റ്മെന്റ് വന്നത്? ആർക്കാന്നറിയാമോ? ഹഷിയമ്മയ്ക്കും വന്നേ ബീന ചേച്ചിക്കും ഒക്കെയാണ് കേട്ടോ. അല്ല ആമി ആ വന്ന് ഞാൻ വന്ന്. ആമിക്കുട്ട ആമിക്കുട്ട എവിടെ പോവാ? അപ്പുറം പോവാണോ? ബീനാ പിടിക്കാൻ പോവാണോ? ആമി പോയാ? എന്തായാലും അപ്പുറത്തേക്ക് ആണോ? പോയി വന്ന പാടെ. ഇനിയിപ്പൊ ആ കുറെ കഴിഞ്ഞിട്ട് ആളെ ഇവിടെ കിട്ടത്തുള്ളൂ. അപ്പൊ ആമിയെ കൊണ്ടുപോയി ഹരിക്കുട്ടിനെ കൊണ്ടുപോകാത്തതിനാണ് കേട്ടോ ഹരിക്കുട്ടിനെ ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുന്ന. പിന്നെ ഹരിതയുടെ കയ്യിൽ കയറി ഇരിപ്പായിരുന്നു. ഭയങ്കര സ്നേഹം കൊണ്ട് വയ്യ, കാര്യം കുറച്ചു നാളായില്ലേ കണ്ടിട്ട്. അങ്ങനെ അവര് വാങ്ങിച്ചുകൊണ്ട് വന്ന ഓരോ സാധനങ്ങള് ഹരിക്കുട്ടിനെ എടുത്തു കൊടുത്തോണ്ടിരിക്കുവായിരുന്നേ. ശേഷം സുഖം. ഇനി എന്നാ നമ്മുടെ വീഡിയോ ഒക്കെ ഒരുമിച്ച് ഇതുപോലെ വരുമ്പോ ഹരിക്ക് സന്തോഷം കൊണ്ട് വയ്യ കേട്ടോ ഇവരെ കണ്ടിട്ട്. ഭയങ്കര സന്തോഷം കൊണ്ട് വയ്യ, ഭയങ്കര വർത്താനം ബഹളം. അന്നങ്ങനെ 4 മണിയായപ്പോഴത്തേക്ക് അമ്മ വന്നു കേട്ടോ. അമ്മയെ കണ്ട സന്തോഷമാണ് ആമിയുടെ മുഖത്ത്. ഇതുവരെ ഇങ്ങനെ ചിരിക്കാതിരുന്ന വെച്ചാൽ അമ്മയെ കണ്ടപ്പോ എന്തൊരു ചിരി. ആമിയും അമ്മയും കൂടെ കേട്ടോ ഭയങ്കര കൂട്ട്. ഹരിയും അച്ഛനും കൂടെ കേട്ടോ ഭയങ്കര കൂട്ട്. അങ്ങനെ വൈകിട്ടത്തെ ചായ കുടിക്കായിട്ട് കടിയും ചായ എല്ലാം റെഡിയായി. പഴംപൊരിയും മുട്ടയപ്പവും ഉഴുന്നുവടയൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളി കുശാലായിരുന്നു കേട്ടോ 4 മണിക്കത്തെ ചായ കുടിയിന്ന്. വൈകിട്ട് എല്ലാവർക്കും കൂടെ ബീച്ചിൽ പോകാന്നൊക്കെ പ്ലാൻ ഇട്ടിരുന്നപ്പോഴാണ് വൈകിട്ട് ഭയങ്കര മഴക്കാറ്. പിന്നെ റിസ്ക് എടുക്കണല്ലോ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ വെളിയിൽ പോകാക്കെ എന്നാലും ക്യാൻസൽ ആക്കിയിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിപ്പായി. അങ്ങനെ നൈറ്റിലേക്ക് ഫുഡ് ഇറച്ചിപ്പുട്ടാക്കാന്ന് കരുതി കേട്ടോ. അങ്ങനെ ഇറച്ചിപ്പുട്ടിന്റെ ഒക്കെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ലോങ് വീഡിയോ തന്നെ എടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും വൈകിട്ട് ബീഫെല്ലാം വാങ്ങി അത് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് അമ്മ കറിയൊക്കെ വെച്ച് ഇറച്ചിപ്പുട്ടൊക്കെ ഉണ്ടാക്കി. പറയാതിരിക്കാൻ വയ്യായിരുന്നു കേട്ടോ. ടേസ്റ്റ് അപാരം തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇറച്ചിപ്പുട്ട് കഴിക്കുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനു മുൻപ് ഞാൻ ചെമ്മീനൊക്കെ ഫില്ല് ചെയ്തിട്ട് ഈ പുട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. ഈ റെസിപ്പി ഞാൻ ആദ്യമായിട്ട് കഴിക്കുക. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫുഡ് ടേസ്റ്റോടെയും മറ്റുള്ളവർക്ക് തൃപ്തിയാവുന്ന രീതിയിലും വെക്കുന്ന ഒരു കഴിവ് തന്നെയല്ലേ. അത് സൂപ്പറായിട്ട് അജിയമ്മക്കണ്ടേ. ഇന്നത്തെ നൈറ്റിൽ എന്റെ ഹരിതയുടെ ഒരു പ്രധാന പരിപാടിയാണ് കേട്ടോ ഇത്. ഷോർട്സ് എടുക്കാനാണ്. ഏകദേശം ഒരു 5-6 മണിക്കൂർ എടുക്കേണ്ടി വന്നു ഇതെല്ലാം കൂടെ സെറ്റാക്കി ഉണങ്ങി എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ ഇരിക്കാലോ. അങ്ങനെ ഇന്ന് നൈറ്റിലെ ഫുൾ പരിപാടി ഇത് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഫുൾ ഡേ നമ്മുടെ ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമെങ്കിലും നമുക്ക് വേണ്ടി കുറച്ച് സന്തോഷമൊക്കെ വേണ്ടേ. അതിന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടേ. ഇന്നപ്പ ഹരിതയും ചിക്കവും കോട്ടയത്തേക്ക് തിരിച്ചു പോകുവാണേ. അപ്പൊ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് അപ്പവും കടലയൊക്കെ ഉണ്ടാക്കി. കാര്യം അവർക്ക് രാവിലെ തന്നെ പോകാൻ ഉള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഞാൻ കടലക്കറി എല്ലാം വെച്ച് സെറ്റ് ആക്കിയിട്ട് പിന്നെ കേട്ടാ ഞാൻ അപ്പം എല്ലാം ഉണ്ടാക്കിയത്. അപ്പോഴത്തേക്ക് ഹരിത വന്ന് പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ കുക്ക് ചെയ്യാൻ തുടങ്ങി. കറി ഞാൻ ആദ്യം വെച്ച് വെക്കുന്നത് അപ്പം ചൂടോടെ കഴിക്കാനുള്ള ആ ഒരു രീതിക്കാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഹരിതയ്ക്ക് കൊണ്ടുപോകാനുള്ള ചെടികളൊക്കെ പറിച്ചോണ്ടിരിക്കുക കേട്ടോ. ഞാൻ എന്താ ചിരിക്കുന്നല്ലേ, ഞാൻ കളപ്പുരയിൽ നിന്ന് ഇവിടെ വന്നിട്ട് എനിക്ക് ഇത് തന്നെ പണി. ഇവിടെയുള്ള ചെടികളെല്ലാം കൂടെ അവിടെ കൊണ്ടുപോയിട്ട് വെക്കുക. പിന്നെ ഈ പ്രാവശ്യം വെള്ളമൊക്കെ കയറിയോണ്ട് എന്റെ ചെടിയെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. ഞാൻ എപ്പ കളപ്പുരയെ കൊണ്ട് ചെടികൾ വെച്ചാലും അത് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നശിച്ചു പോകും. ഇത് തന്നെ സ്ഥിരം, വെക്കുക നശിക്കുക, ഇത് തന്നെ പണി. ഒരു വീട് അത്രയും നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് ഫിനാൻഷ്യലി അല്ലാതെ ഞാൻ പറയുവാണ്, കൊണ്ടുപോകാനായിട്ട് വലിയ പാടാ അല്ലെ. എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് പോകുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് പൊടി കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയ എഫേർട്ടായിരിക്കും അല്ലെ ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമന്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ ഹരിതയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ചെടികളും നന്നായിട്ട് പാക്ക് ചെയ്ത് വെള്ളമൊക്കെ തെളിച്ച് വാടിപ്പോകാതെ അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അവർക്ക് പാക്ക് ചെയ്ത് കൊടുത്തേ. ഈ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം തകിടം പറഞ്ഞു. പിന്നെ എല്ലാം ഭയങ്കര ഫാസ്റ്റിലായിരുന്നു കേട്ടോ. കാര്യം എന്തായാലും ഇവർക്ക് 11 മണിക്കൂർ ആ ടൈമിൽ പോകാൻ പറ്റിയില്ല. പിന്നെ ഉച്ചയ്ക്ക് പോകാം. അപ്പൊ ഉച്ചക്കത്തേക്ക് ഫുഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ അച്ഛൻ പെട്ടെന്ന് തന്നെ പോയി മീനല്ല ചെമ്മീനും ഞണ്ടൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ചെമ്മീൻ റോസ്റ്റും അല്ല ചെമ്മീൻ ഫ്രൈ ചെയ്ത്
ഞണ്ട് റോസ്റ്റ് ചെയ്ത് മോരുണ്ടാക്കി വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി എല്ലാം ചടപടയെന്നായിരുന്നു കേട്ടോ. 2 മണിയാകുമ്പോ അവർക്ക് ഇവിടുന്ന് ഇറങ്ങിയെങ്കിൽ മാത്രമേ ബോട്ട് കിട്ടത്തുള്ളൂ. എന്തായാലും അവർ ബോട്ടിനായി ഈ പ്രാവശ്യം വന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് വണ്ടിയിൽ വന്നില്ല. അപ്പം ഇവിടുന്ന് 2 മണിക്ക് ഇറങ്ങിയെങ്കിൽ അവർക്ക് വീട്ടിൽ കോട്ടയത്ത് ഒരു 5 മണിയൊക്കെ ആണെങ്കിലും എത്താൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് വേഗം തന്നെ ചിക്കു ഞണ്ടെല്ലാം ക്ലീൻ ചെയ്ത് റോസ്റ്റ് ചെയ്ത് എടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഹരിത ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ വെണ്ടക്കയും മോരും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര ധൃതി പിടിച്ചൊരു പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞണ്ടൊക്കെ ചിക്കു കട്ട് ചെയ്ത് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ഞണ്ടിനുള്ള ഗ്രേവി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹരിത ഇരുന്നുകൊണ്ട് ചെമ്മീൻ പൊളിച്ചോണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഇതാ കാണുന്ന പൂച്ചയെ കണ്ട, ഇതാണ് ഹരിക്കുട്ടന്റെ ഇപ്പോഴത്തെ കൂട്ട്. പക്ഷെ ഞാൻ അടുത്തോട്ട് അടുപ്പിക്കത്തില്ല കേട്ടോ, കാര്യം അവള് എല്ലായിടും നടക്കുന്ന പൂച്ചയല്ലേ. അങ്ങനെ ചെമ്മീനെല്ലാം ക്ലീൻ ആക്കി തന്നിട്ട് ഹരിത വേഗം പോയി ഒരുങ്ങാൻ പോയി കേട്ടോ. അതാ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അങ്ങ് ഇറങ്ങിയാൽ മതിയല്ലോ. പിന്നെ ചിക്കുവും ഞണ്ട് റോസ്റ്റും ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ പോയി ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തായാലും കറികളും കാര്യങ്ങളൊക്കെ റെഡിയായി. അങ്ങനെ അവർ ഒരുങ്ങി പോകാൻ റെഡിയാകുവാണേ. അങ്ങോട്ട് പോവുകയാണോ? അടുത്ത വീഡിയോ കാണാം. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാൻ അടുത്ത വീഡിയോ കാണാൻ പോകാം. അവരങ്ങനെ പോകാൻ ഇറങ്ങിയപ്പോൾ ഹരിക്കുട്ടിന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, അവരുടെ കൂടെ പോകാൻ പറ്റാഞ്ഞതിന്. ഏതായാലും ഹരിക്കുട്ടിനെ ഞാൻ കൊണ്ടുവന്ന് ഉറക്കി. പക്ഷെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ആമിയെ തപ്പി നടക്കുക. അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാനും അച്ഛനും അമ്മയും കൂടെ ഹരീനെയും കൊണ്ട് നേരെ ബീച്ചിലൊക്കെ പോയി ആളെ ഒന്ന് ചില്ലാക്കിയൊക്കെ എടുത്ത്. എന്തായാലും ഇന്നത്തെ ദിവസം എന്തായാലും ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്തു കേട്ടോ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ടാറ്റാ.